ഒരു ധവളപത്രം ഇറക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടോ അതിനുള്ള ഉത്തരം പറയണമെന്നുള്ള ആൾക്കാരുടെ സംശയം ദൂരീകരിക്കണമെന്നുള്ള ഒരു സമരം ആയി പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഈ വിദ്യാർത്ഥി സംഘടനയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിലാണ് ലവ് ജിഹാദ് ആരോപണം ഉണ്ടായത് ഒരു 13 വർഷം മുമ്പ്. ആ സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ചില കേസുകൾ വരികയും അത് ഡയറക്റ്റീവ് അനുസരിച്ച് പോലീസിന് അന്വേഷിക്കേണ്ടി വന്നപ്പോഴത്തേന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് കേരള ഗവൺമെൻറ്റിന് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടി വന്നു, ഡോക്യുമെൻ്റ് സഹിതം വെക്കേണ്ടി വന്നു. അതിലൂടെ ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിനെ പറ്റിയുള്ള സംഘപരിവാർ നടത്തുന്ന ആരോപണം നടക്കും, അത് വേറൊരു കാര്യം. പക്ഷേ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും പ്രത്യേകിച്ച് ലിബറൽ രംഗത്ത് നിൽക്കുന്ന പലർക്കും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു ദുഷ്ടലാക്കുള്ള ഒരു ആരോപണം തള്ളിക്കളയാനായിട്ട് ഗവൺമെൻറ് റെക്കോർഡുണ്ടായി എന്നുള്ളതാണ്. ഗവൺമെൻറ് അതിൻ്റെ പക്ഷപാതപരമായിട്ട് അത് നോക്കിക്കണ്ടുകൊണ്ട് അതിന് തെളിവ് കൊടുത്താണ്. ഇതുപോലെ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒരു വസ്തുതയല്ല, അതൊരു ആരോപണം മാത്രമാണ്. അത് സംഘപരിവാറിൻ്റെ ഒരു ആരോപണം മാത്രമാണ്. അത് ഇന്ന് ആരംഭിച്ചതുമല്ല, പണ്ട് ആരംഭിച്ചതാണ്. പക്ഷെ അതിനെപ്പറ്റി കേരള സർക്കാർ പുലർത്തുന്ന ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ കേരള സർക്കാർ പുലർത്തുന്ന മൗനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. അതിന് കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മൗനത്തിനൊരു പ്രശ്നമുണ്ട്. ഈ മൗനം കൊണ്ട് സൃഷ്ടിക്കുന്ന എന്താണ്? അർത്ഥസമ്മതം എന്ന് തന്നെയാണ് അർത്ഥം. അവർ സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു മൗനത്തിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന കാര്യത്തിലൊരു മൗനം പുലർത്തുമ്പോൾ അത് ഞങ്ങളതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥമാണുള്ളത്. പക്ഷേ ഇവിടെ നമുക്കറിയാം, വളരെയധികം ഇവിടെ തന്നെ ഉദ്ഘാടകൻ പറഞ്ഞൊരു കാര്യമാണ്, മദ്രസകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, അവരുടെ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു നുണ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു TV കണ്ട് മന്ത്രി രാധാകൃഷ്ണൻ, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ പറയുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 488 കോടി രൂപ കേരളത്തിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളടക്കമുള്ളേക്ക് കേരള ഗവൺമെൻറ് അങ്ങോട്ട് കൊടുത്തു. അതേപോലെ തന്നെ ശബരിമല അടക്കമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാനുള്ള വെള്ളവും വെളിച്ചവും പോലീസ് അടക്കമുള്ള കോടിക്കണക്കിന് കാര്യങ്ങൾ, റോഡ് സൗകര്യം അടക്കമുള്ള വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ മുടക്കുന്നു. അതെല്ലാം പൊതുമൂലധനത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ അല്ലേ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവരുടെ പള്ളികൾ നടത്തിപ്പോൾ അവരുടെ അതിൻ്റെ പുനരുദ്ധാരണത്തിനോ ഒന്നും സർക്കാർ ഫണ്ട് കാര്യമായിട്ട് വിനിയോഗിക്കില്ല. ചില ഇൻസിഡൻസ് ഉണ്ട്, ചില സ്ഥാപനങ്ങൾക്ക് കൊടുത്തതായിട്ട് അറിയാമെങ്കിൽ പോലും. പക്ഷെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യം, വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യം, MLA ഫണ്ടും MP ഫണ്ടിൽ നിന്ന് വളരെയധികം പ്രാദേശികമായിട്ട് എല്ലാവരും ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനൊക്കെ കൊടുക്കുന്നുള്ളതാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് കടുത്തുരുത്തിയിലൊരു അമ്പലമുണ്ട്, ഒരു ദേവസ്വം അമ്പലം. ഈ അമ്പലത്തിലും അവിടുത്തെ മോൻസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് MP കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് നാൾ മുമ്പ് 25 ലക്ഷം രൂപ അവിടെ കുളം നവീകരിക്കാൻ കൊടുത്തു. 25 ലക്ഷം. ഇതുപോലെ എത്രയോ പേര് ചെയ്തിരിക്കുന്നു. നമുക്ക് MC ഷംസീർ, നമ്മുടെ സ്പീക്കർ, അവിടെ ഒരു അമ്പലത്തിന് 1 കോടി രൂപ കൊടുത്തതായിട്ട് നമുക്കറിയാം. ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെയും പൊതുമൂലധനം വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും അതിലെ സവർണർ തന്നെയാണ് ഇതിൻ്റെ കൈക്കാര്യം. അല്ലാതെ ഇവിടെ അവർണ ജനവിഭാഗങ്ങൾക്ക് ഒരു പങ്കാളിത്തമല്ല ഈ ക്ഷേത്രങ്ങളിലൊന്നും. ഈ നടത്തിപ്പുകാരും ക്ഷേത്രഭാരവാഹികളും ഒക്കെയായി ഗവൺമെൻറ്റിൽ നിന്ന് പലതരത്തിൽ അർഹമായിട്ടും അനർഹമായിട്ട് വൻതുക കൈപ്പറ്റുകയും ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നതിനെ ചെയ്യാൻ ഇവിടെ ഒരു 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കള്ളപ്രചരണം ഒന്ന് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതുകൊണ്ട് ഗവൺമെൻറ് കേസെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഗവൺമെൻറ് ചെയ്യില്ല. കാരണം എന്നാ, കേരള ഗവൺമെൻറ് മുസ്ലിങ്ങൾക്കെതിരെ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരും പലതരത്തിലുള്ള ഖാസ പോലുള്ള തീവ്രവാദ സംഘടനകളും അവരൊക്കെ പുലർത്തിയിട്ടുള്ള, പിന്നെ ചില ലിബറൽ എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾ ഔദ്യോഗിക സ്ഥാനത്തിരുത്ത് വളരെ ഉയർന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളും
പലതുമൊക്കെ കേസെടുക്കേണ്ടതും വംശീയതയുടെ പരിധി വരുന്നതായതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ നിയമങ്ങൾ തന്നെ ഉള്ളതാണ് വംശീയത ഉൽപ്പാദിപ്പിക്കുന്നതിനെ. ഇതിനെതിരെ ഒരു തരിമ്പ് കേസ് പോലും എടുക്കാതെ മുസ്ലിം ചെറുപ്പക്കാരോ ആയവരെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ വീട്ടിൽ അന്വേഷിച്ച് പോലീസ് വരികയും കേസ് എടുക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസവും കൂടിയാണ് കേരള സർക്കാർ നിലനിർത്തുന്നത്, ഇടതുപക്ഷ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പറച്ചില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരുദ്ദേശപരമാണെന്ന് പറയുന്ന ഇതിന്റെ പിന്നിൽ ഗവൺമെന്റ് പുലർത്തുന്നതും പാർട്ടികൾ പുലർത്തുന്ന ഒരു മൗനവും കൂടെ കാരണമാണ്. അവിടെ സ്റ്റുഡൻ്റായ ആക്ഷൻ എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവാത്തത് വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഈ യോഗം ഉന്നയിക്കുന്ന ആവശ്യം. ഇതിനെതിരെ ഗവൺമെന്റ് അതിൻ്റെ ഒരു മൗനം വെടിയുക എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായി മാറി, ഒരു ചോദ്യമായി മാറി, അല്ലെങ്കിൽ ഒരു പ്രക്ഷാപണ മുദ്രാവാക്യമായി മാറാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തതോ വാങ്ങുന്നോ ഒന്നുമല്ല. അതൊക്കെ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെ, മുസ്ലിങ്ങൾക്ക് തൊഴിൽ സംവരണം ഇന്ത്യയിൽ കേരളത്തിലാണ് എന്തെങ്കിലും അവർക്കൊരു പ്രാതിനിധ്യം മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും അവരുടെ രാഷ്ട്രീയാധികാരം ഇന്ത്യയിലെ ഏക സ്ഥലം കേരളം മാത്രമാണ്. മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയാധികാരത്തിൻ്റെയും അവരിൽ നിന്ന് 5-10 MLA-മാരും 2-3 MP-മാരും മന്ത്രിമാരും ഒക്കെ വരുന്ന ഏക സ്ഥലം കേരളമാണ്. അതിന് കാരണം ഒരു മുസ്ലിം സംഘടന ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ല മതേതര സംഘടനകളുടെ അകത്തുകൂടിയൊന്നും അല്ല വന്നത്. ആ സംഘടനയെ വർഗീയ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം തിരസ്കരിക്കുകയാണ്. ആ വർഗീയ ശക്തിയുടെ അകത്തേക്ക് മറ്റ് തീവ്രവാദ ശക്തികളും കൂടെ കടന്നു വന്നുകൊണ്ട് ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടായിരുന്നു. ആ ഏകീകരണം ആണ് ഇന്നത്തെ പുതിയ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോൽവിക്ക് കാരണമെന്ന് അവർ പറയുന്നു. ഇതേ സമയത്ത് വെള്ളാപ്പള്ളി പറയുന്നു മുസ്ലിം പ്രീണനമാണ് കാരണമെന്ന് പറയുമ്പോൾ രണ്ടും ഏറെക്കുറെ ഒരേ വാദം തന്നെയാണ് പറയുന്നത്. സർക്കാരിൻ്റെ വക്താക്കൾ പറയുന്നതും സമുദായ നേതാവ് എന്നുള്ള പേരിൽ നിൽക്കുന്ന സംഘപരിവാർ ഏജന്റ് പറയുന്നതും വാക്കുകളിൽ മാത്രമുള്ള ചെറിയ വ്യത്യാസമല്ലാതെ ഭാവനാപരമായിട്ടൊന്നായി സന്ധിക്കുന്ന ഒരു ഇടവും കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് മുസ്ലിം സംവരണം അല്ലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അവർ യാഥാർത്ഥ്യമല്ല, അതൊരാശയമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? തീർച്ചയായും ഒരു ഐഡിയോളജിയാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യയിലെ ദേശീയ ഒരു സമരത്തിലൂടെ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഉദ്ഘാടകം പറഞ്ഞ പോലെ അത് വ്യത്യസ്ത സാമൂഹ്യമായ വിഭാഗങ്ങളെ ഒരു തരം കരാറടിസ്ഥാനത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ഏർപ്പാടിനെയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. രാഷ്ട്രമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു കരാർ പദ്ധതിയാണ്, അതിൻ്റെ രേഖയാണ് ഭരണഘടന. ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് 2 നൂറ്റാണ്ട് നീണ്ടുന്ന സമരങ്ങളിലൂടെ ഉണ്ടായതാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന കരാറടിസ്ഥാനത്തിലുള്ള അവകാശാധികാരങ്ങൾ മുസ്ലിങ്ങളുടെ അകത്തേക്ക്, അത് മുസ്ലിങ്ങളുടെ മേൽ അവർക്ക് ഇതേവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ദേശീയ പ്രസ്ഥാന കാലത്ത് വളരെയധികം അവരുടെ ശേഷം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയാലോ, കേന്ദ്രമന്ത്രിസഭയിൽ ഒറ്റ മുസ്ലിം മന്ത്രിമാരില്ല. കോൺഗ്രസിന് പണ്ടൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ദലിതരായ കുറച്ച് പേരും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം വളരെ കുറവായി മാറി, ഇല്ലാതായി. അതിന് കാരണം എന്താണ്? ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തുന്നതിലൂടെ മതേതര കക്ഷികൾ നിർവീര്യരാകുന്നു, അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദലിതനല്ല, ഒരു മുസ്ലിം അല്ലാത്ത ഞാൻ മുസ്ലിം പ്രശ്നം ഉന്നയിക്കുമ്പോൾ കഠിനമായ രീതിയിൽ അധിക്ഷേപത്തിന് പാത്രമാവുകയാണ്. കാരണം മുസ്ലിങ്ങളാൽ പ്രീണിക്കപ്പെട്ട് അവരിൽ നിന്ന് പലതും കിട്ടാനായിട്ടാണെന്ന് പറയുന്ന വളരെയധികം വാദങ്ങൾ വരുന്ന പോലെ തന്നെ മതേതര കക്ഷികളെ നിർവീര്യരാക്കാനും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ആ പ്രാതിനിധ്യം ഇല്ലാതാക്കാനും കഴിയുന്ന അത്രയും വളരെ ശക്തിമത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വാക്കാണ് മുസ്ലിം പ്രീണനമെന്ന്. അതോടുകൂടി അവർക്ക് നിർവീര്യരാകുകയും മുസ്ലിം പ്രശ്നം ഉന്നയിക്കാൻ കഴിയാതെയും നമുക്ക് കണ്ടല്ലോ. പല കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല, അത് സമയമില്ല. ഈ കണ്ടു കഴിഞ്ഞല്ലോ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ
മറ്റുള്ള മതേതര കക്ഷികൾ അടക്കമുള്ളവരെ നിർവീര്യരാക്കാനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഈ നിർവീര്യതയുടെ ഭാഗമാകുന്നതുകൊണ്ടാണ് സ്വയം ഇതിനെ മറികടന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം കാണിക്കാനും ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കാണിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടുമാണ് ഗവൺമെൻറ് മൗനം പാലിക്കുന്നത്. തീർച്ചയായിട്ടും മൗനം വെടിയണമെന്നത് നമുക്ക് ആവശ്യപ്പെടുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള പ്രക്ഷോഭണങ്ങൾ വിവിധ മുസ്ലിം കമ്മ്യൂണിറ്റികളും സമാന സമുദായങ്ങളുമായിട്ട് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ ഓരോരുത്തരും അഭിനന്ദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.